തൃശൂരിൽ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരെ ആക്രമണം. ഫാർമസി മുറിയിലേക്ക് ദ്രാവകം വലിച്ചെറിഞ്ഞ ശേഷം തീയിട്ടു. തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ജീവനക്കാരന് പരിക്കേറ്റത്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് 7 മണിക്ക് ശേഷം വന്നിട്ട് ഈ ഫാർമസി ഉള്ള ഭാഗങ്ങളിൽ 2 മുറികളിൽ ഒരു പെട്രോളോ അല്ല കെറോസിനോ എന്നാണ് എണ്ണം വ്യക്തമായിട്ടില്ല, അത് ഒളിച്ചിട്ട് അവിടെ ഒരു ഫയർ ഇട്ടു. എക്സ്ട്രാ ആയിട്ട് ഒരു A4 ഷീറ്റിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി അവിടെ ഇട്ടിട്ടുണ്ട്. നേരത്തെയും ഇവിടെ വന്നിട്ടുള്ള രോഗി തന്നെയാണ് എന്ന് സംശയിക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് മൊഴിയെടുക്കുന്നുണ്ട്. കർശനമായിട്ട് ഉള്ള വകുപ്പുകൾ ചുമത്തി തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം. പ്രതിനെ വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് പിടികൂടാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ACPയും ഈ അന്വേഷണത്തിന്റെ പുറകെയുണ്ട്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ്, ഒരു മാസ്ക്ധാരിയാണ് ആക്രമണം നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ CCTV ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഒരു മുൻവൈരാഗ്യവും അവിടെ പറയുന്നു. എന്താണ് പ്രതിയെക്കുറിച്ച് ലഭിക്കുന്ന സൂചനകൾ, വിവരങ്ങൾ? സുഹൈൽ, ഈ മുഖംമൂടി മാസ്ക് ധരിച്ചെത്തിയ ആളാണ് ഈ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത്. CCTVയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വൈകുന്നേരം 6:30 ഈ ആക്രമണം ഉണ്ടായത്. കയ്യിൽ പെട്രോൾ എന്ന് കരുതുന്ന ദ്രാവകവുമായി എത്തിയ ആൾ ഈ ഓഫീസ് റൂമിലും അതുപോലെ തന്നെ ഫാർമസി റൂമിലും ഈ ദ്രാവകം ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു ജീവനക്കാരന് പരിക്കേറ്റത്. ഇദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴേക്കാണ്, പാന്റിനാണ് തീ പിടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ പാന്റ് ഊരി മാറ്റിയതിനാൽ വലിയ രീതിയിൽ തീ പടരാതിരിക്കുകയായിരുന്നു. എന്തായാലും പരിക്കേറ്റ ജീവനക്കാരനായിട്ടുള്ള അനൂപ് നിലവിൽ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം നിലവിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൈൽ, ശരി, ആ മാസ്ക്ധാരി ആരെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തിനായിരുന്നു ഈ ആക്രമണം നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.